നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഇന്ത്യ ഓപ്പറേഷൻ സിന്ദൂർ ആരംഭിച്ച് മണിക്കൂറുകൾക്കുള്ളിൽ നിയന്ത്രണ രേഖയ്ക്ക് സമീപമുള്ള ഇന്ത്യയുടെ ഉറി ജലവൈദ്യുതി നിലയം പാകിസ്ഥാൻ ലക്ഷ്യമിട്ടതായി CISF. ഇപ്പോൾ ഓപ്പറേഷൻ സിന്ദൂർ കഴിഞ്ഞ് ഇത്രയും മാസങ്ങൾ പിന്നിടുമ്പോഴാണ് ഇത്തരത്തിലൊരു നീക്കം പാകിസ്ഥാൻ നടത്തിയതായി ഇപ്പോൾ റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത്. ശ്രമം പരാജയപ്പെടുത്തിയെന്നും നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടില്ലെന്നും സേന വ്യക്തമാക്കി. ഇന്ത്യൻ സേന നടത്തിയ ഓപ്പറേഷൻ സിന്ദൂർ ദൗത്യത്തിന് മറുപടിയായിട്ടാണ് പാകിസ്ഥാൻ 2025 മെയ് 6-7 രാത്രിയിൽ ഉറി ജലവൈദ്യുത നിലയം ലക്ഷ്യമിട്ട് നടത്തിയ ആക്രമണം സെൻട്രൽ ഇൻഡസ്ട്രിയൽ സെക്യൂരിറ്റി ഫോഴ്സ് തകർത്തതിന്റെ വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ആക്രമണത്തിൽ നിലയത്തിന് കേടുപാടുകളൊന്നുമില്ലെന്നും CISF ചൊവ്വാഴ്ച പുറത്തിറക്കിയ പ്രസ്താവനയിൽ അറിയിച്ചു. ഡ്രോൺ ആക്രമണമാണ് പാകിസ്ഥാൻ നടത്തിയത്. അന്ന് ജലവൈദ്യുതി നിലയത്തിന്റെ സുരക്ഷാ ചുമതലയുണ്ടായിരുന്ന 19 സൈനികർക്ക് അവാർഡുകൾ നൽകുന്നതിന്റെ ഭാഗമായാണ് CISF ഇക്കാര്യം വെളിപ്പെടുത്തിയത്. പഹൽഗാമിലെ ഭീകരാക്രമണത്തിന് മറുപടിയായി മെയ് 6-7 തീയതികളിലാണ് ഓപ്പറേഷൻ സിന്ദൂറിലൂടെ പാകിസ്ഥാനിലെ 9 ഭീകര സൈനിക കേന്ദ്രങ്ങൾ ഇന്ത്യ തകർത്തെറിഞ്ഞത്. ഇതിന് മറുപടിയായാണ് ഉറിയിലെ വൈദ്യുതി നിലയവും ജനവാസ കേന്ദ്രങ്ങളും പാകിസ്ഥാൻ ലക്ഷ്യമിട്ടത്. CISF ഈ ആക്രമണങ്ങളെ ഫലപ്രദമായി തടുത്തു. ജനവാസ കേന്ദ്രങ്ങളിലേക്ക് ആക്രമണം നടന്നപ്പോൾ കുട്ടികളും സ്ത്രീകളും അടക്കമുള്ളവരെ സ്ഥലത്ത് നിന്ന് സുരക്ഷിതമായി മാറ്റി. ജമ്മു കാശ്മീരിലെ പഹൽഗാമിൽ വിനോദസഞ്ചാരികൾക്ക് നേരെ ഭീകരർ നടത്തിയ വെടിവയ്പിൽ 27 പേരാണ് കൊല്ലപ്പെട്ടത്. കേരളം, കർണാടക, തമിഴ്നാട്, മഹാരാഷ്ട്ര, ഒഡീഷ തുടങ്ങി വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ളവരും UAE, നേപ്പാൾ സ്വദേശികളും കൊല്ലപ്പെട്ടിരുന്നു. 20 പേർക്ക് പരിക്കേറ്റു. ദക്ഷിണ കശ്മീരിൽ മിനി സ്വിറ്റ്സർലാൻഡ് എന്നറിയപ്പെടുന്ന പഹൽഗാമിലെ ബൈസരൻ താഴ്വരയിലാണ് രാജ്യത്തെ നടുക്കിയ ആക്രമണമുണ്ടായത്. സൈനിക വേഷത്തിലെത്തിയ ഭീകരർ ഉച്ചകഴിഞ്ഞ് 3-ന് സഞ്ചാരികൾക്ക് നേരെ വെടിയുതിർക്കുകയായിരുന്നു. പാക് അധിനിവേശ കശ്മീരിലെ തീവ്രവാദ ഒളിത്താവളങ്ങൾ ലക്ഷ്യമിട്ട് ഇന്ത്യൻ സൈന്യം നടത്തിയ ഓപ്പറേഷൻ സിന്ദൂറിന് പിന്നാലെയാണ് പാകിസ്ഥാൻ സൈന്യം ഇന്ത്യൻ പ്രദേശത്തേക്ക്, പ്രത്യേകിച്ച് നിയന്ത്രണ രേഖയോട് ചേർന്നുള്ള ഉറി ഹൈഡ്രോ ഇലക്ട്രിക് പവർ പ്രോജക്ട്സ് ഉൾപ്പെടെയുള്ള നിർണായക അടിസ്ഥാന സൗകര്യങ്ങളെയും സമീപത്തെ ജനവാസ കേന്ദ്രങ്ങളെയും ലക്ഷ്യമിട്ട് കനത്ത ഷെല്ലാക്രമണം നടത്തിയത്. ലോക്കിയിൽ നിന്ന് ഏതാനും കിലോമീറ്ററുകൾ മാത്രം അകലെയായി സ്ഥിതി ചെയ്യുന്ന NHPC ഇൻസ്റ്റാളേഷനുകളിലെ CISF യൂണിറ്റുകൾ ഈ അപ്രതീക്ഷിത ആക്രമണത്തിന്റെ മുൻനിരയിലായിരുന്നു. കനത്ത വെടിവയ്പ്പിനിടയിലും കമാൻഡന്റ് രവി യാദവിന്റെയും ഡെപ്യൂട്ടി കമാൻഡർ നേതൃത്വത്തിലുള്ള CISF സംഘം നിലയങ്ങളെയും ചുറ്റുമുള്ള ജനവാസ കേന്ദ്രങ്ങളെയും സംരക്ഷിക്കാൻ വേഗത്തിൽ നടപടികൾ സ്വീകരിച്ചു. സംഘർഷത്തിന്റെ ഏറ്റവും രൂക്ഷമായ ഘട്ടങ്ങളിൽ CISF സൈനികർ നിലയങ്ങളെ ലക്ഷ്യമിട്ട ശത്രു ഡ്രോണുകളെ നിർവീര്യമാക്കുകയും ആയുധങ്ങൾ വേഗത്തിൽ പുനർവിതരണം ചെയ്ത് ആയുധശേഖരം സുരക്ഷിതമാക്കുകയും സാധാരണക്കാരെ ഒഴിപ്പിക്കുകയും ചെയ്തു. CISF ആസ്ഥാനത്ത് ചൊവ്വാഴ്ച നടന്ന ചടങ്ങിൽ വെച്ച് ഉറി ജലവൈദ്യുതി പദ്ധതികളിൽ അന്ന് രാത്രി ഡ്യൂട്ടിയിലുണ്ടായിരുന്ന 19 ഉദ്യോഗസ്ഥർക്ക് ഡയറക്ടർ ജനറലിന്റെ ഡിസ്ക് സമ്മാനിച്ചു. നിർണായക ദേശീയ ആസ്തികളുടെയും സമീപവാസികളുടെയും സുരക്ഷ ഉറപ്പാക്കുന്നതിൽ CISF ഉദ്യോഗസ്ഥരുടെ ജാഗ്രതയും ധീരമായ ഇടപെടലുകളും നിർണായകമായി. ഇതോടെയാണ് ആക്രമണം തകർത്ത വിവരം പുറത്തറിയുന്നത്. 2025 മെയ് 6-7 രാത്രിയിലുണ്ടായ ഈ സംഭവം CISF ഉദ്യോഗസ്ഥരുടെ ധീരത വിളിച്ചോതുന്നതായിരുന്നു. നിയന്ത്രണ രേഖയ്ക്ക് സമീപമുള്ള ഈ അതീവ പ്രാധാന്യമുള്ള സ്ഥാപനങ്ങൾക്ക് നേരെ കടുത്ത അതിർത്തി കടന്നുള്ള ഷെല്ലാക്രമണവും ഡ്രോൺ ഭീഷണിയും ഉണ്ടായിട്ടും സൈനികർ ശത്രു ഡ്രോണുകളെ നിർവീര്യമാക്കുകയും സുരക്ഷ ഉറപ്പാക്കുകയും ചെയ്തു. വെടിയൊച്ചകൾക്കിടയിലും 250ഓളം സാധാരണക്കാരെ സുരക്ഷിതമായി ഒഴിപ്പിക്കാനും അവർക്ക് സാധിച്ചു. ഈ ധീരമായ പ്രവർത്തനങ്ങൾക്കാണ് 19 CISF ഉദ്യോഗസ്ഥർക്ക് ഡയറക്ടർ ജനറലിന്റെ ഡിസ്ക് പുരസ്കാരം നൽകിയത്. ഇന്ത്യൻ സൈന്യം പാക് അധീന കശ്മീരിലെ ഭീകര ഒളിത്താവളങ്ങൾ ലക്ഷ്യമിട്ട് ഓപ്പറേഷൻ സിന്ദൂർ ആരംഭിച്ചതിന് മണിക്കൂറുകൾക്ക് ശേഷമാണ് ഈ ആക്രമണമുണ്ടായത്. ഇതിന് മറുപടിയായി പാകിസ്ഥാൻ സൈന്യം ഇന്ത്യൻ സാധാരണക്കാരെയും തന്ത്രപ്രധാനമായ അടിസ്ഥാന സൗകര്യങ്ങളെയും ലക്ഷ്യമിട്ട് ഷെല്ലാക്രമണം നടത്തുകയായിരുന്നു. നിയന്ത്രണ രേഖയിൽ നിന്ന് ഏതാനും കിലോമീറ്ററുകൾ മാത്രം അകലെ സ്ഥിതി ചെയ്യുന്ന ഉറി ജലവൈദ്യുത പദ്ധതികളായിരുന്നു ഈ ആക്രമണത്തിലെ പ്രധാന ലക്ഷ്യങ്ങളിലൊന്ന്. NHPC ഇൻസ്റ്റാളേഷനുകളിൽ വിന്യസിച്ചിരുന്ന കമാൻഡന്റ് രവി യാദവിന്റെ നേതൃത്വത്തിലുള്ള CISF യൂണിറ്റുകൾ കോംപ്ലക്സുകളെ സജീവമായി ലക്ഷ്യമിട്ടെത്തിയ ശത്രു ഡ്രോണുകളെ ഫലപ്രദമായി നേരിട്ട് നിർവീര്യമാക്കി.
പദ്ധതികൾക്ക് കേടുപാടുകൾ സംഭവിക്കാതെ സംരക്ഷിക്കുന്നതിനായി ആയുധപ്പുരകളിലെ ആയുധങ്ങൾ നശിപ്പിക്കപ്പെടാതിരിക്കാൻ ചിതറിച്ച് വിതരണം ചെയ്യുകയും പ്രതിരോധ സംവിധാനങ്ങൾ ശക്തിപ്പെടുത്തുകയും ചെയ്യുന്നത് ഉൾപ്പെടെയുള്ള ദ്രുതഗതിയിലുള്ള സംരക്ഷണ നടപടികൾ സേനാംഗങ്ങൾ സ്വീകരിച്ചു. ഈ പ്രതിരോധ നടപടികളിലൂടെ പ്രതിസന്ധി ഘട്ടത്തിലും നിർണായക ഊർജ്ജ പദ്ധതികൾക്ക് കേടുപാടുകൾ സംഭവിക്കാതെ നിലനിർത്താൻ കഴിഞ്ഞു. ദേശീയ ആസ്തികൾക്ക് കാവൽ നിൽക്കുന്നതിനൊപ്പം കടുത്ത ഷെല്ലാക്രമണത്തിനിടയിലും വലിയൊരു മാനുഷിക ദൗത്യം CISF സംഘം ഏറ്റെടുത്തു. വെടിവെച്ചുകൾ ജനവാസ കേന്ദ്രങ്ങൾക്ക് വളരെ അടുത്തായി പതിച്ചപ്പോൾ വീടാന്തരം കയറിയിറങ്ങി 250ഓളം സാധാരണക്കാരെ സുരക്ഷിതമായി ഒഴിപ്പിക്കാനും ഉദ്യോഗസ്ഥർക്ക് സാധിച്ചു. ഉറി ജലവൈദ്യുതി നിലയം എന്നത് ജമ്മു കാശ്മീരിലെ ബാരാമുള്ള ജില്ലയിൽ ജലം നദിക്ക് കുറുകെ സ്ഥിതി ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട വൈദ്യുതി പദ്ധതിയാണ്. ഇതിന് 450 മെഗാവാട്ട് സ്ഥാപിത ശേഷിയുണ്ട്. കൂടാതെ ഇത് 1997 കമ്മീഷൻ ചെയ്യപ്പെട്ടു. നാഷണൽ ഹൈഡ്രോ ഇലക്ട്രിക് പവർ കോർപ്പറേഷനുകളാണ് ഈ പദ്ധതിയുടെ നടത്തിപ്പ് കമ്പനി. 2025 മെയ് 6-7 തീയതികളിലാണ് ഓപ്പറേഷൻ സിന്ദൂർ എന്ന പേരിൽ പാകിസ്ഥാനിലെ തീവ്രവാദ താവളങ്ങൾ ഇന്ത്യൻ സൈന്യം തകർത്തത്. ജമ്മു കാശ്മീരിലെ പഹൽഗാമിൽ വിനോദസഞ്ചാരികൾക്ക് നേരെ പാകിസ്ഥാൻ തീവ്രവാദികൾ നടത്തിയ ആക്രമണത്തിനുള്ള മറുപടിയായിരുന്നു ഓപ്പറേഷൻ സിന്ദൂർ. ഓപ്പറേഷൻ സിന്ദൂർ ആരംഭിച്ച ദിവസം രാത്രി തന്നെ ഉറിയിലേക്ക് പാകിസ്ഥാൻ ആക്രമണം നടത്തിയിരുന്നു. എന്നാൽ അന്ന് സുരക്ഷാ ചുമതലയുണ്ടായിരുന്ന ഉദ്യോഗസ്ഥർ അതിനെ സുരക്ഷിതമായി നേരിട്ടു. ചൊവ്വാഴ്ച ന്യൂഡൽഹിയിലെ CISF ആസ്ഥാനത്ത് നടന്ന ചടങ്ങിൽ അന്നത്തെ 19 ഉദ്യോഗസ്ഥർക്കും അവാർഡുകൾ നൽകി ആദരിച്ചു. CISF ഉദ്യോഗസ്ഥരുടെ ജാഗ്രതയും സന്നദ്ധതയും കാരണം നിർണായകമായ ഉറി വൈദ്യുതി നിലയം സംരക്ഷിക്കാൻ സാധിച്ചു. ഇന്റലിജൻസ് ശൃംഖല ശക്തമായിരുന്നുവെന്നും സൈനികർ തയ്യാറായിരുന്നുവെന്നും ഉദ്യോഗസ്ഥർ വ്യക്തമാക്കി. പാകിസ്ഥാന്റെ ആക്രമണത്തിൽ വൈദ്യുതി നിലയത്തിന്റെ സമീപമുള്ള സാധാരണക്കാരുടെ താമസ സ്ഥലങ്ങൾക്കും കേടുപാടുകൾ സംഭവിച്ചിരുന്നു. ഈ സംഭവത്തിൽ കൃത്യനിർവഹണം നടത്തിയ 19 CISF ഉദ്യോഗസ്ഥർക്ക് ഡയറക്ടർ ജനറലിന്റെ പുരസ്കാരം ചൊവ്വാഴ്ചയാണ് ന്യൂഡൽഹിയിലെ CISF ആസ്ഥാനത്ത് നടന്ന ചടങ്ങിൽ വെച്ച് സമ്മാനിച്ചത്. പഹൽഗാം ഭീകരാക്രമണത്തിലെ പ്രതികാരമായാണ് പാകിസ്ഥാനിലെയും പാക് അധീന കശ്മീരിലെയും ഭീകരരുടെ ഒളിത്താവളങ്ങൾ ലക്ഷ്യമിട്ട് ഇന്ത്യൻ ആർമി ഓപ്പറേഷൻ സിന്ദൂർ നടത്തിയത്. 4 ദിവസം നീണ്ടുനിന്ന സൈനിക സംഘർഷത്തിൽ പാക് വ്യോമതാവളങ്ങളും സൈനിക കേന്ദ്രങ്ങളും ഇന്ത്യ തകർത്തിരുന്നു. പഹൽഗാമിൽ ഭീകരർ നടത്തിയ വെടിവയ്പിൽ 27 പേരാണ് കൊല്ലപ്പെട്ടത്. ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള സഞ്ചാരികൾക്ക് പുറമെ UAE, നേപ്പാൾ സ്വദേശികളും കൊല്ലപ്പെട്ടിരുന്നു. മിനി സ്വിറ്റ്സർലാൻഡ് എന്നറിയപ്പെടുന്ന ബൈസറൻ താഴ്വരയിലാണ് രാജ്യത്തെ നടുക്കിയ ആക്രമണമുണ്ടായത്. അന്ന് അവിടെ ഉണ്ടായിരുന്ന കൊല്ലപ്പെട്ട ആളുകളുടെ എല്ലാം തന്നെ മതം ചോദിച്ചാണ് ഇത്തരത്തിൽ ഈ ഭീകരവാദികൾ നമ്മുടെ രാജ്യത്ത് നുഴഞ്ഞു കയറി ആക്രമണം നടത്തിയത്. പക്ഷേ നമ്മൾക്കുണ്ടായിട്ടുള്ള നഷ്ടം വളരെ വലുതാണെങ്കിലും അതിന്റെ ഇരട്ടിയിലധികം നഷ്ടമാണ് പാകിസ്ഥാനെ നമ്മുടെ രാജ്യം ദിവസങ്ങൾക്കുള്ളിൽ മറുപടിയിലൂടെ ഉണ്ടാക്കി കൊടുത്തത്. തീർച്ചയായിട്ടും ഇനി ഒരു തവണ ഇന്ത്യയുമായി നേരിട്ട് ഏറ്റുമുട്ടിക്കഴിഞ്ഞാൽ ഓപ്പറേഷൻ സിന്ദൂർ അവസാനിച്ചിട്ടില്ല എന്നുള്ള ശക്തമായിട്ടുള്ള താക്കീതും നമ്മുടെ രാജ്യം നൽകിയിട്ടുണ്ടായിരുന്നു.